നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന രോഹിത്ത് അലീനയെ സ്നേഹിച്ച് തുടങ്ങുകയാണ്. രോഹിത്തിന് മനസ്സിലായി തൻ്റെ സഹോദരിയാണ്, തൻ്റെ കൂടപ്പിറപ്പാണ്. അല്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും തന്നെ ഇങ്ങനെ കെയർ ചെയ്യില്ല. രോഹിത്ത് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും അതൊന്നും കാര്യമാക്കാതെ അലീന രോഹിത്തിനെ കെയർ ചെയ്യുന്നുണ്ട്. പിന്നീട് അലീനയുടെ അടുത്ത് ഒരു പൂച്ചക്കുട്ടിയെ പോലെ രോഹിത്ത് പതുങ്ങി നിൽക്കുകയാണ്. രോഹിത്തിന് മനസ്സിലായി തന്നെ എത്രമാത്രം അലീനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ. പിന്നീട് അലീന രോഹിത്തിനോട് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട കേട്ടോ, എന്തൊക്കെ വന്നാലും ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. നീ ധൈര്യമായിട്ട് കിടന്നു, പനിയൊക്കെ പോയിട്ട് വേണം നമുക്ക് വീണ്ടും കോളേജിലൊക്കെ പോയി തുടങ്ങണമെന്ന് പറഞ്ഞു. അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ രോഹിത്ത് അലീനെ ഇങ്ങനെ നോക്കുകയാണ്. എന്താ നോക്കണേ? കോളേജിലേക്ക് പോകാൻ പേടിയുണ്ടോ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതെനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. പിന്നെ പേടിക്കേണ്ട കാര്യമില്ല, ആരുടെ മുന്നിൽ തലകുലിക്കേണ്ട കാര്യമില്ല. ഇപ്പം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പുറത്തിറങ്ങുന്ന സമയത്ത് ആൾക്കാർ കല്ലെറിയാൻ വരുമായിരിക്കും. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ നിരപരാധിത്വമൊക്കെ അവർക്ക് ബോധ്യപ്പെടും. അപ്പം പിന്നെ അവരാരും നിന്നെ ഉപദ്രവിക്കാനൊന്നും വരത്തില്ല, അതോർത്തൊന്നും നീ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ഉപദേശങ്ങളൊക്കെ അലീന രോഹിത്തിന് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു അവസരത്തിൽ രോഹിത്തിന് അലീനയുടെ ഉപദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അലീനയുടെ സ്നേഹവും കെയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരുഭൂമി മരുപ്പച്ച പോലെയുള്ള ഒരു അവസ്ഥയായിരുന്നു. കാരണം അത്രയധികം രോഹിത്ത് ആഗ്രഹിച്ചിരുന്ന സമയമായിരുന്നു. വൈജയന്തി പോലും വന്നിട്ട് കുറേ ചീത്തയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവുക ചെയ്തേ. പക്ഷെ അലീന അങ്ങനെ ആയിരുന്നില്ല, ചേർത്ത് പിടിക്കാനാണ് ശ്രമിച്ചത്. അലീനയ്ക്കറിയാം ഈ ഒരു അവസ്ഥയിൽ നിന്ന് രോഹിത്തിനെ കരയ്ക്ക് കയറ്റണമെങ്കിൽ, കൈ പിടിച്ച് കയറ്റണമെങ്കിൽ, താങ്ങും തള്ളുമായിട്ട് നിൽക്കണമെങ്കിൽ അവന് സ്നേഹം കൊടുത്തേ മതിയാവുള്ളൂ. ആ ഒരു കാര്യത്തിൽ ഉറപ്പുള്ളതുകൊണ്ടാണ് അലീന അവനെ ചേർത്ത് പിടിക്കുന്നത്. പിന്നീട് രോഹിത്തിനോട് പറഞ്ഞു, കഴിച്ചതൊക്കെ ഛർദ്ദിച്ച് കളഞ്ഞില്ലേ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ബ്രെഡും ചായ എടുത്തോണ്ടിരാന്നും പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് എങ്ങോട്ട് ഇറങ്ങി പോവണം. രോഹിത്ത് ഇങ്ങനെ ഒന്ന് ആലോചിക്കുകയാണ്, താൻ എത്രമാത്രം ദ്രോഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും. അപ്പോഴാണ് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുന്നത്. കൃഷ്ണമോൾ വന്നിട്ട് രോഹിത്തിൻ്റെ അടുത്തിരുന്നു. രോഹിത്തേട്ടാന്ന് പറഞ്ഞൊക്കെ വിളിക്കുകയാണ്. രോഹിത്ത് ഇങ്ങനെ നോക്കി, ഇപ്പം എങ്ങനെയുണ്ട്, കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അലീന ചേച്ചി ഉള്ളതുകൊണ്ടാ, അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയേ, ശരിക്കും അലീന ചേച്ചി ഉള്ളതുകൊണ്ടാണ് രോഹിത്തേട്ടൻ ഇന്നിങ്ങനെ ഈ വീട്ടിൽ കിടന്നത്. അല്ലായിരുന്നെങ്കിലോ രോഹിത്തേട്ടൻ ഒരു കാരണവശാലും ഇപ്പം ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റില്ലായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പം രോഹിത്ത് ഇങ്ങനെ നോക്കി. രോഹിത്തേട്ടന് വിശ്വാസം വരുന്നില്ലല്ലേ? അലീന ചേച്ചിയെക്കുറിച്ച് രോഹിത്തേട്ടൻ എന്തറിയാം? എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അലീന ചേച്ചി ആരാന്നും എന്താന്നും ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം. അലീന ചേച്ചി നമ്മുടെ കൂടപ്പുറപ്പ് തന്നെയാണ്. അല്ലെങ്കിലോ വേറെ ആരാണെങ്കിലും രോഹിത്തേട്ടനോട് ഇങ്ങനെ സ്നേഹം കാണിക്കുമോ? ഒരമ്മയുടെ സ്ഥാനവും ചേച്ചിയുടെ സ്ഥാനവും എല്ലാം തന്നല്ലേ രോഹിത്തേട്ടനെ കെയർ ചെയ്തേ. രോഹിത്തേട്ടൻ അത് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രോഹിത്ത് ഇങ്ങനെ കൃഷ്ണമോളെ നോക്കി തലയാട്ടുവാണ്. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, അതെ, ശരിക്കും രോഹിത്തേട്ടന് വേണ്ടിയിട്ട് അലീന ചേച്ചി എത്രമാത്രം ത്യാഗം സഹിച്ചെന്നറിയാവും. ഇതിനു മുമ്പ് രോഹിത്തേട്ടനും ഹരിയേട്ടനും കൂടെ ചേർന്നിട്ട് അലീന ചേച്ചിയെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അന്ന് സ്വയം കത്രിക വയറ്റി കുത്തിയിറക്കിയാണ് അലീന ചേച്ചി രക്ഷപ്പെട്ടത്. ആ കാര്യങ്ങളൊക്കെ രോഹിത്തേട്ടന് ഓർമ്മയുണ്ടല്ലോ. ഒരുപക്ഷെ അന്ന് അലീന ചേച്ചി ഒരു പരാതി കൊടുക്കുമായിരുന്നെങ്കിൽ രോഹിത്തേട്ടനൊക്കെ അകത്ത് കിടന്നേനം. പക്ഷെ അലീന ചേച്ചി അത് ചെയ്തില്ല. എന്തുകൊണ്ടാണെന്നറിയാവോ? അലീന ചേച്ചിക്ക് ഈ കുടുംബത്തോട് സ്നേഹമുണ്ട്, രോഹിത്തേട്ടനോട് സ്നേഹമുണ്ട്, കൂടപ്പിറപ്പെന്നുള്ള സ്നേഹമുള്ളതുകൊണ്ടാണ്. അത് മാത്രമല്ല, ഇത്തവണയാണെങ്കിലും രോഹിത്തേട്ടനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് അലീന ചേച്ചിയാണ് ഓരോ കാര്യങ്ങളും ചെയ്തത്. ആ ശരണ്യ എന്ന് പറയുന്ന ചേച്ചി വന്ന് അവിടെ ഒന്ന് കോടതിയിൽ വന്ന് രോഹിത്തേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയണമെങ്കിൽ ആ ചേച്ചിക്ക് വേണം ധൈര്യം കൊടുത്ത് ആരാന്നറിയോ? അലീന ചേച്ചിയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും രോഹിത് ചോദിച്ചു, അതിന് അവരെന്താ ചെയ്തതെന്ന് ചോദിച്ചു. എന്താ ചെയ്തതെന്നോ? രോഹിത്തേട്ടൻ ഇത് കാണാനും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ എടുത്ത് അങ്ങോട്ട് കൊടുക്കുകയാണ്. രോഹിത്ത് ഒന്ന് നോക്കിക്കഴിയുമ്പോഴത്തേനും ശരണ്യയുടെ സഹോദരന്മാർ അലീനയുടെ തലയിലേക്ക് മണ്ണെണ്ണ കോരി ഒഴിച്ച് ഒടുവിൽ ലാമ്പ് തെളിക്കാൻ തുടങ്ങുന്നു. കെട്ടുപോകുന്നു. അതൊക്കെ ഇങ്ങനെ നോക്കുവാണ്. കണ്ടില്ലേ? ഇത് ശരണ്യയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അലീന ചേച്ചി കൊണ്ടായ അനുഭവമാണ്. പക്ഷേ സ്വന്തം ജീവൻ കളഞ്ഞിട്ടും അലീന ചേച്ചി വീണ്ടും അവിടേക്ക് പോയത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാവോ? ആ പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാനായിട്ട്. ഹരിയേട്ടനും എല്ലാവരും കൂടെ ചേർന്ന് നശിപ്പിച്ച അവളുടെ ജീവിതം വീണ്ടും കരയ്ക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, രോഹിത്തേട്ടൻ നിരപരാധിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ രോഹിത്തേട്ടന് വേണ്ടിയിട്ട് അലീന ചേച്ചി ശരണ്യയുടെ ഒന്നും പറഞ്ഞിട്ടില്ല, സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ശരണ്യയ്ക്ക് തന്നെ മനസ്സിലായി താൻ ചെയ്യുന്ന തെറ്റാണ്. ഒരു തെറ്റും ചെയ്യാത്ത രോഹിത്തേട്ടന് ഒരു കാരണവശാലും പ്രതിയാക്കരുതെന്ന്. അപ്പം അതുകൊണ്ടൊക്കെയാണ്
കോടതിയിലെ എല്ലാ സത്യങ്ങളും ആ ചേച്ചി വിളിച്ചു പറഞ്ഞ്. അല്ലായിരുന്നെങ്കിലോ ഒരു കാരണവശാലും ഇപ്പൊ രോഹിത്തേട്ടന് പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു പറഞ്ഞു. രോഹിത്തിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുവാണ്. രോഹിത്തിന് മനസ്സിലായി താൻ എത്ര വലിയ ദ്രോഹം അലീനയോട് ചെയ്തേന്നുള്ള കാര്യം. പാവം തൻ്റെ സഹോദരി ആയതുകൊണ്ടല്ലേ തനിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നേ. അല്ലായിരുന്നെങ്കിലോ തൻ്റെ ഛർദിൽ കോരുന്നു, തനിക്ക് മെഡിസിൻ തരുന്നു, ആഹാരം കൊണ്ടേ തരുന്നു, പെറ്റമ്മ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. പക്ഷേ എങ്കിൽ അലീന അങ്ങനെ ആയിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോളും രോഹിത്തിനോട് പറഞ്ഞു, എന്താ രോഹിത്തേട്ടൻ മിണ്ടായിരിക്കുന്നത്? ഇനിയെങ്കിലും അലീന ചേച്ചിയെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അലീന ചേച്ചി നമ്മുടെ ശത്രുവല്ല, മിത്രമാണ്. അതെനിക്ക് മനസ്സിലായ കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. രോഹിത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അലീന രോഹിത്തിന് കഴിക്കാനുള്ള ഫുഡൊക്കെ ആയിട്ട് വന്നേ. അപ്പം മുമ്പ് ചോറ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഛർദ്ദിച്ചുകൊണ്ട് ഈ തവണ ബ്രെഡും ചായയായിട്ടാണ് വന്നേ. അങ്ങനെ രോഹിത്തിൻ്റെ അടുത്ത് വന്നിട്ട് രോഹിത്തിനോട് കഴിക്കാൻ പറയാണ്. രോഹിത്ത് ഇങ്ങനെ അനങ്ങാതിരിക്കുന്നുണ്ടപ്പോൾ അലീന പറഞ്ഞു, അതെ ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് അലീന ബ്രെഡ് ചായക്കകത്ത് മുക്കി വാരി കൊടുക്കുകയാണ്. ഈ സമയത്ത് ബബിത അങ്ങോട്ട് വന്നു. ബബിത ഈ കാഴ്ച കണ്ടു. ബബിതയ്ക്ക് കണ്ണ് നിറഞ്ഞുപോയി. കാരണം ഓരോ തവണയും അലീന എത്ര സ്നേഹത്തോട് കൂടിയിട്ടാണ് രോഹിത്തിനെ കെയർ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ബബിതയ്ക്ക് മനസ്സിലായി. അല്ലെങ്കിലും ബബിത അലീനയെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബബിതയുടെ ഡ്രസ്സ് വരെയാണ് അലീനയ്ക്ക് ഇടാൻ കൊടുത്തിരുന്നത്. അത്രമാത്രം എന്തോ വല്ലാത്തൊരു സ്നേഹവും അടുപ്പമൊക്കെ ബബിതയ്ക്കും തോന്നി. ഈ സമയത്ത് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുന്നത്. കൃഷ്ണമോൾ വരുമ്പോൾ ഈ കാഴ്ച കാണുവാണ്. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, കൃഷ്ണമോൾ പോയി ബാലേന്ദ്രനെ വിളിക്കണം. അച്ഛൻ ഇങ്ങോട്ടേക്ക് വാ, ഒരു കാഴ്ച കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ്റെ കയ്യെ പിടിച്ച് അങ്ങോട്ട് വലിച്ചുകൊണ്ട് വരുവാണ്. എന്താ മോളെ കാര്യം കാണിക്കാമെന്ന് പറഞ്ഞു വന്നു. ആ മുറിയുടെ അവിടെ വന്ന് കാണിക്കണം. നിങ്ങൾ നോക്ക്, അലീന ചേച്ചി രോഹിത്തേട്ടൻ വാരി കൊടുക്കുന്നുണ്ടോ, രോഹിത്തേട്ടൻ കഴിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ കുറേ സമയം ആ കാഴ്ച ഇങ്ങനെ കണ്ണിമയ്ക്കാൻ നോക്കി നിൽക്കുകയാണ്. ഒരമ്മ മകനെ നോക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ചേച്ചി അനുജനെ നോക്കുന്ന പോലെ എങ്ങനെയാണോ അതുപോലെയാണ് നോക്കുന്നത്. വൈജ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. ഇന്ന് വരെ വൈജ ഇതുപോലെയും ചെയ്ത് കണ്ടിട്ടുമില്ല. അവർക്ക് പനി വരുമ്പോഴാണെങ്കിലും എന്തൊരാവശ്യം വന്നാലും ഇങ്ങനെ കെയർ ചെയ്തിട്ട് പോലും ഇല്ല. അങ്ങനെ ആ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പോലും അന്തം വിട്ടുപോയി. ആ സമയത്ത് ബബിത പറഞ്ഞു, അച്ഛാ കണ്ടില്ലേ എത്ര സ്നേഹത്തോട് കൂടിയിട്ടാണ് അലീന ചേച്ചി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന്. ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, ഇപ്പോഴെങ്കിലും നിനക്കൊന്ന് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു. പിന്നീട് കൃഷ്ണമോളെ ബബിതയും വിളിച്ചുകൊണ്ട് പോവാണ്. വിളിച്ചുകൊണ്ട് പോയിട്ട് ഉപദേശിക്കുന്നുണ്ട്, ഇനിയെങ്കിലും നിങ്ങൾ അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോഴേക്കും കൃഷ്ണ പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ ഞാൻ അലീന ചേച്ചി നേരത്തെ മനസ്സിലാക്കിയതാ. അലീന ചേച്ചി എൻ്റെ ചേച്ചി തന്നെയാന്ന് പറഞ്ഞു. ബബിത പറഞ്ഞു, എനിക്ക് തെറ്റി പറ്റിപ്പോയതാ അച്ഛാ. ഞാൻ കരുതിയത് ഈ കുടുംബത്തിൻ്റെ ശത്രുവായിരിക്കുന്ന, പക്ഷെ ഇപ്പോഴൊരു വീഴ്ച വന്നു കഴിഞ്ഞപ്പോഴെനിക്ക് മനസ്സിലാകുന്നേ ഒരിക്കലും കുടുംബത്തിൻ്റെ ശത്രുവല്ല, കൂടപ്പുറപ്പ് തന്നെയാണ് അലീന ചേച്ചി എന്നുള്ള കാര്യം. ബാലേന്ദ്രന് സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. കാരണം ബബിതയ്ക്കൊക്കെ മാറ്റം വരിക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമൊന്നും അല്ലല്ലോ. ഇന്നലെ വരെ ശത്രുവായിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഒരു ആപത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് അലീന ശത്രുവല്ല മിത്രമാണെന്നുള്ള കാര്യം. അതിന് രോഹിത്തിന് ഇങ്ങനെ അവസ്ഥ വരേണ്ടതായിട്ട് വന്നു. ഈ സമയം വൈജയന്തി ആണെങ്കിൽ ആകെപ്പാടെ കട്ടക്കരിപ്പില്ല. വൈജയന്തിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. ബബിതയും കൃഷ്ണമോളെ എല്ലാവരെയും അലീന കയ്യിലെടുത്തെന്നുള്ള കാര്യം വൈജിക്ക് മനസ്സിലായി. വൈജിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. പിന്നീട് കൃഷ്ണമോള് വൈജിയുടെ അടുത്തേക്ക് വരികയാണ്. മുറിയിലേക്ക് വന്നിട്ട് ചോദിച്ചു, അമ്മയ്ക്ക് ചായ വല്ലതും വേണോന്ന് ചോദിച്ചു. എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ആ വേണ്ടെങ്കിൽ വേണ്ട, കുടിക്കണ്ടെന്ന് പറഞ്ഞു. അതും പറഞ്ഞ് കൃഷ്ണമോൾ ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോഴത്തേനും വൈജ പറഞ്ഞു, അല്ല നീ എന്താടി പെറുപുറത്തോണ്ട് പോന്നേ? ഒന്നുമില്ലാന്ന് പറഞ്ഞു. അല്ല എന്തേലും പറയണ്ട, മുഖത്ത് നോക്കി പറയണം. ഓ ഞാൻ എന്ത് പറയാനാ, അമ്മയോട് പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല. അമ്മ മാത്രമേ കുടുംബത്തിൽ മാറാത്തുള്ളൂ, ബാക്കി എല്ലാവരും മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞാൽ രോഹിത്തേട്ടനും ബബിതേച്ചിക്കും വരെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അമ്മയ്ക്ക് മാത്രം മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. അത് ഈ ജന്മത്തിലുണ്ടാവാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. നീ എന്താടി പറഞ്ഞേന്ന് ചോദിച്ചു. അമ്മ കൂടുതലൊന്നും പറയണ്ട. അമ്മ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാന്നറിയോ? അലീന ചേച്ചിയാ. രോഹിത്തേട്ടനെ നോക്കേണ്ട കടമ ആർക്കായിരുന്നു? അമ്മയ്ക്കായിരുന്നല്ലോ. പക്ഷെ അമ്മ നോക്കുന്നേക്കാൾ നല്ല ഭംഗിക്ക് തന്നെയാണ് അപ്പം അലീന ചേച്ചി രോഹിത്തേട്ടനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കാണണമെങ്കിലേ, അതൊക്കെ മനസ്സിലാക്കണമെങ്കിലേ അമ്മ പോയി നിന്ന് നോക്കാൻ പറഞ്ഞു. വൈജിക്കാണ് ഭയങ്കര സങ്കടവും ദേഷ്യമായി. എല്ലാവരും അവളെ പൊഴുത്തി പറയുന്നു. അവളോടൊപ്പം ചേരുന്നു. താൻ ഒറ്റപ്പെടുമെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. ഇത്രയും നാളും ബബിതയും രോഹിത്തൊക്കെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന, പക്ഷെ ഒറ്റയടിക്കാണ് അവരൊക്കെ കളം പറഞ്ഞത്. അവർക്ക് മനസ്സിലായി അലീനയുടെ സ്നേഹം എന്താണെന്നൊക്കെയുള്ളത്. വൈജി ആകെപ്പാടെ സമനില തെറ്റിയ മട്ടിലായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.